എടാ ഇത് അടിച്ചാ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. വേറെ ലെവലാട്ടത്. ഇതൊന്നും അടിച്ച് കയറ്റണ്ട ചെങ്ങ, എൻ്റെ തല അടിച്ചാൻ പോകും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വയ്ക്കത്. ഇതൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ അടിക്കണാണ്. ആ പറഞ്ഞത് ശരി കേട്ടോ. എടാ അത് രാജേഷ് ചേട്ടൻ്റെ മനുവല്ലേ? ശരിയാണല്ലോ. ഓൻ തന്നെയല്ലേ? എടാ പിള്ളേരൊക്കെ വഴി തെറ്റാട്ടോ. അല്ല, രാകേഷ് ചേട്ടൻ ഗൾഫിലല്ലേ? രാജേഷ് ചേട്ടൻ ഗൾഫിലാണേ. അല്ല, ഓൻ്റെ വീട്ടിലൊന്നും അറിയിക്കണ്ട നമുക്കിത്. നമുക്കൊന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. പിള്ളേരോരോ കാര്യം അല്ലേ നമ്മൾ പറയാവുന്നത് മോശമാണ്. ആരാപ്പ വരുന്നത്? അതെ, നമ്മൾ ഈ നാട്ടിലുണ്ടായിക്കൊണ്ട് അല്ല സുമേഷേ, എന്താപ്പോ പതിവില്ലാതെ ഈ വഴിക്ക്? ഞങ്ങൾ ഇതിങ്ങനെ പോയപ്പോഴേ വെറുതെ ഒന്ന് കയറിയതേനു. നിങ്ങൾ കേറിയിരിക്കി, വെള്ളം കുടിച്ചിട്ട് പോയി. അല്ല, രാകേഷ് ചേട്ടൻ വരാനായോ? രാജേട്ടപ്പ പോയിട്ടല്ലേ ഉള്ളൂ. അല്ല ചേച്ചി, ഇപ്പൊ നമ്മളെ മനു ഇപ്പൊ എന്താ ചെയ്യണേ? അവൻ ഡിഗ്രി കഴിയാനായി. അവനൊരു ജോലി കിട്ടിയിട്ട് വേണം രാജേഷേട്ടന് നാട്ടിക്ക് വരാന്. പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് ചേച്ചി, നമ്മളെ മനുവിന്റെ കൂട്ടുകെട്ട് അത്ര ശരിയില്ലപ്പോ. അല്ല, എന്റെ മനുവിനെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ലോകം പറഞ്ഞു വന്നപ്പോ തന്നെ എനിക്ക് തോന്നി. വിട്ടോളി വിട്ടോളി. അല്ലല്ല, നിങ്ങളൊന്നും പറയണ്ട. ഓരോരോ മനുഷ്യന്മാരോരോ നോണയും പറഞ്ഞിട്ട് വരും. പിള്ളേരെന്ത് തെറ്റ് ചെയ്തോലേ ഈ അച്ഛനമ്മമാർക്ക് ഭയങ്കര വിശ്വാസീകാരപ്പല്ല. അല്ല, നമുക്ക് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞാലോ? അത് പറ്റുണ്ടോ? അതല്ല മെമ്പറല്ല അത്. കുട്ടിൻ്റെ കുടിവെള്ളത്തിൻ്റെ കാര്യമല്ലേ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാം കേട്ടോ. നല്ല വിഷയമൊന്നും കരുതണ്ട കേട്ടോ നിങ്ങൾ. മെമ്പറെ ഒന്ന് വരുമോ? ഒരു മിനിറ്റ് കേട്ടോ, പോരാ കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ലേ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ മെമ്പറെ കണ്ടത്. പോലീസ് സ്റ്റേഷനിലേ പോകാൻ വരട്ടെ, ഞാനെന്നാ അവനെ കാണട്ടെ. അപ്പോളേ നമ്മൾ മൂന്നാളല്ലാതെ വേറെ ആൾ ഈ കാര്യം അറിയണ്ട. എന്താ മെമ്പറെ? ഈ ഫ്രീ ആണെങ്കിലേ ഇന്നൊരു സ്ഥലം വരെ ആക്കി തരുമോ? അതിനെന്താ മെമ്പറെ, കുഴപ്പമില്ലല്ലോ, കയറി പോവാ. നിർത്ത് ഇവിടെ നിർത്ത്. എന്നാ ശരി കേട്ടോ മെമ്പറെ. എന്ത്? അല്ല, ഒന്ന് കയറിയിട്ട് പോവാ. ഞാനും എൻ്റെ പേ ഓരോരോ വണ്ടിയും വലി പറഞ്ഞാറ്റ്. മെമ്പറോ? എന്താ വർത്താനം? എന്ത് വർത്താനം? ഇവിടുത്തെ അവസ്ഥ പനക്കറിയില്ലേ. അല്ല, അഫ്സൽ എവിടെ? അഫ്സല് കുടുംബത്തിനാകുള്ളൊരു പ്രതീക്ഷയിനി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഓൻ്റെ ഭാവിയും കളഞ്ഞില്ലേ. നീ ഇത് കണ്ടില്ലേ, ഒരുപാട് കാലമായി അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടിട്ട്. നമ്മളൊക്കെ അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് അവൻ പോയി. കാക്കോ, എന്റെ ഇക്കാനക്ക് തിരിച്ചു കിട്ടോ? ഇക്കാനെ നമുക്ക് തിരിച്ചു കൊണ്ടിട്ടോ. നിന്റെ ജീവിതത്തിൽ ഇനി ഇതുണ്ടാവാൻ പാടില്ല. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, അയാളെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ മുഴുവനാണ് ഇല്ലാതാക്കുന്നത്. ലഹരിയുടെ കെണിയിൽ പെട്ടുപോകുന്ന ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണിത്. ആർക്കും ഈ അവസ്ഥ വരാതിരിക്കാനുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ചിത്രം.